എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളാണ്. ഈ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോസിൻ്റെ താഴെയൊക്കെ കുറച്ച് പേർ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി BR അംബേദ്കർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഫോർ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14 ഇയേഴ്സ്? അതായത് 6 മുതൽ 14 വയസ്സ് വരെ. ഈ പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര വയസ്സിനുള്ളിലുള്ള കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഏജ് ലിമിറ്റ് വരെ SSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് 86ാമത്തെ അമെൻമെൻ്റാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളുണ്ട് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ 12 എണ്ണമാണുള്ളത്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന സമയത്ത് 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 4 എണ്ണം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ സമയത്ത് 8 ഷെഡ്യൂളുകളും ഇപ്പോൾ നിലവിൽ 12 ഷെഡ്യൂളുകളുമാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. അടുത്ത ചോദ്യം, ദ ടേം സെക്യുലർ വാസ് ആഡഡ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വിച്ച് അമെൻമെൻറ്റ്? ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സെക്യുലർ എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ 42ാമത്തെ അമെൻമെൻ്റാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഈ ഒരു 42ാമത്തെ അമെൻമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന അമെൻമെൻറ്റ് ഏത് എന്നുള്ള ചോദ്യം ചില പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ഉത്തരം 42ാമത്തെ അമെൻമെൻ്റാണ്. കാരണം ഒരുപാട് ഭേദഗതികൾ ഈ ഒരു അമെൻമെൻറ്റിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത് നിലവിൽ വന്നത് 1976ലാണ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അടുത്ത ചോദ്യം, വിച്ച് അമെൻമെൻറ്റ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്രൊവിഷൻ ഫോർ എ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ GST നടപ്പിലാക്കിയത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ 101ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ് ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. വർഷം 2016ആണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു പോയിൻറ്റും കൂടെ പറഞ്ഞു പോകാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതികളെ പറ്റി പറയുന്ന അല്ലെങ്കിൽ അമെൻമെൻറ്റ്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. 368 ഇന്ത്യൻ ഭരണഘടനയിലെ ഭേദഗതി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ആ ഒരു അവകാശത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 368. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നമുക്ക് കൂട്ടത്തിൽ ഒരു പോയിൻറ്റും കൂടെ പറയാം. GST എന്ന ആശയം അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആദ്യമായി നിലവിൽ വരുന്ന രാജ്യം ഫ്രാൻസാണ്. ഇതും SSC പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഗവൺമെൻറ്റിലെ ഏറ്റവും ഉയർന്ന ലോ ഓഫീസർ, നിയമ ഉദ്യോഗസ്ഥൻ, നിയമവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ്, അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറൽ, ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഹയസ്റ്റ് ലോ ഓഫീസർ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഹൂ പ്രിസൈഡ്സ് ഓവർ ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും കൂടിയതാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ഈ ലോകസഭാ അംഗങ്ങളും രാജ്യസഭാ അംഗങ്ങളും ഒരുമിച്ച് ഇരിക്കാറുണ്ട് ചില നിയമങ്ങൾ അല്ലെങ്കിൽ ബില്ലുകൾ പാസ്സാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജോയിൻറ്റ് സിറ്റിംഗ് വരുന്ന സമയത്ത് ആരാണ് ആ ഒരു സഭയെ പ്രിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ലോകസഭ സ്പീക്കർ. ഓപ്ഷൻ സി സ്പീക്കർ ഓഫ് ലോകസഭയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം,
വാട്ട് ഈസ് ദ ടേം ഓഫ് ഓഫീസ് ഫോർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കാലാവധി എത്ര ആണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, 5 വർഷമാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കാലാവധി. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നത്. ഓപ്ഷൻ ബി കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ഉള്ള ആർട്ടിക്കിൾ പറയുന്നത് DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. അടുത്ത ചോദ്യം, ഹു ഹാസ് ദ പവർ ടു ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരും അതേപോലെ സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിന് തീർപ്പ് കൽപ്പിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ, സുപ്രീം കോർട്ട്, ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. ശരിയായിട്ടുള്ള ഉത്തരം സുപ്രീം കോടതിയാണ്. ഇന്ത്യയിലെ യൂണിയൻ ഗവൺമെൻറ്റും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നത് നമ്മുടെ സുപ്രീം കോടതി ആയിരിക്കും. അടുത്ത ചോദ്യം, ഹൂ ക്യാൻ ഇനീഷ്യേറ്റ് ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ്സ് എഗെയിൻസ്റ്റ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? അതായത് ഈ ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്ന വാക്കൊന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു നടപടിക്ക് തുടക്കമിടാൻ അവകാശമുള്ളത് ആർക്ക് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് രാജ്യസഭ, ലോകസഭ, സുപ്രീം കോർട്ട്, ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി, ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ്. അതായത് രാജ്യസഭയും ലോകസഭയ്ക്കും ഇതിനുള്ള അവകാശമുണ്ട്. ഈ ഒരു ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ്സ് തുടങ്ങാനുള്ള അവകാശം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 2 സഭകൾക്കുമുണ്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? ഏത് വർഷമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം 26 നവംബർ 1949 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം 1949 നവംബർ 26. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ? ഓപ്ഷൻസ് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 24. 4 ഓപ്ഷൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം ആർട്ടിക്കിൾ 21A ആണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ 21A ആണ്. ഇത് നിലവിൽ വന്ന വർഷം 2002 ആണ്. ഈ ഒരു ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുള്ള അവകാശം ലഭിക്കുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. അടുത്ത ചോദ്യം, ഹൂ അപ്പോയിൻറ്റ്സ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ആർട്ടിക്കിൾ 370 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ടു? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഫോർ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങളെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 370. ഈ ഒരു ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടന റിപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസൽ ചെയ്ത വർഷം 2019 ആണ്. ഈ ഒരു വർഷം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ശരിയായിട്ടുള്ള ഉത്തരം പാർട്ട് 4 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 4 ആണ്. അടുത്ത ചോദ്യം, ഹു ഹാസ് ദ പവർ ടു റിമൂവ് എ ഹൈക്കോർട്ട് ജഡ്ജ് ഫ്രം ഓഫീസ് ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിലെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിനെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്ക് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം
ഇന്ത്യൻ പ്രസിഡന്റാണ്. ഓപ്ഷൻ ബി പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹു വാസ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻറ്റഡ് ബൈ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോ ഓഫീസറാണ് അറ്റോർണി ജനറൽ. ഇദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ലോ ഓഫീസറായിട്ടുള്ള അറ്റോർണി ജനറലിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ 73rd അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത്? 73ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടതാണ്. 73ാമത്തെ അമെൻമെൻറ്റ് നിലവിൽ വന്ന വർഷം 1993 അതേ വർഷം 1993 തന്നെയാണ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക നിയമവും വരുന്നത് 1993. അതിനെക്കുറിച്ച് പറയുന്ന അമെൻമെൻറ്റാണ് 74. അപ്പോൾ ഈ ഒരു 2 പോയിന്റുകളും ശ്രദ്ധിക്കുക. 73 പഞ്ചായത്ത് രാജിനെ പറ്റി പറയുന്നു, 74 മുനിസിപ്പാലിറ്റികളെ പറ്റി പറയുന്നു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഓഫ് ഓഫീസ് ഫോർ എ മെമ്പർ ഓഫ് രാജ്യസഭ? ഒരു രാജ്യസഭാ മെമ്പർ അദ്ദേഹത്തിൻ്റെ കാലാവധി എത്രയെന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം 6 വർഷമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കണം. രാജ്യസഭയുടെ കാലാവധി എന്നൊരു ചോദ്യം കൂടെ വരും. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്, അതിന് ഒരു കാലാവധി ഇല്ല. പക്ഷേ അതിലെ മെമ്പേഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ രാജ്യസഭ? രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ അല്ലെങ്കിൽ അതിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം വൈസ് പ്രസിഡൻ്റാണ്. ലോകസഭയുടെ തലവൻ എന്നറിയപ്പെടുന്നത് സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കറാണ് ലോകസഭയുടെ തലവൻ. രാജ്യസഭയുടെ തലവൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റാണ്. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? അല്ലെങ്കിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട നിയമം ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആർട്ടിക്കിൾ 19 ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മിനിമം വോട്ടിംഗ് ഏജ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് പ്രായം എന്ത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം 18 വയസ്സാണ്. ഇന്ത്യയിലെ ഒരു പൗരന് വോട്ട് ചെയ്യാൻ ഏറ്റവും മിനിമം വേണ്ട പ്രായം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പോയിൻറ്റും കൂടെ പറയുകയാണ്. ഇത് തുടക്കത്തിൽ 21 വർഷമായിരുന്നു. ഒരു പൗരൻ്റെ വോട്ടിംഗ് പ്രായം എന്ന് പറയപ്പെടുന്നത് 21 വയസ്സായിരുന്നു. അത് 1989 18 വയസ്സാക്കി മാറ്റുന്നത്. അത് നടപ്പിലാക്കിയ ഭേദഗതി 61ാമത്തെ ഭേദഗതിയാണ്. ഈ 3 പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. 61ാം ഭേദഗതി പ്രകാരം 1989 21 ഉണ്ടായിരുന്ന വോട്ടിംഗ് ഏജ് 18 മാറ്റി. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. ഈ പറയുന്ന എല്ലാ പോയിന്റുകളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഓഫ് ഓഫീസ് ഫോർ എ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ നിയമസഭയിലെ MLA ആവാൻ വേണ്ട MLAയുടെ കാലാവധി എത്രയെന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം 5 വർഷമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പോയിന്റും കൂടെ പറയുന്നു. MLA ആവാൻ വേണ്ട മിനിമം പ്രായം 25 വയസ്സാണ്. MLA മാത്രമല്ല MP ലോകസഭ MP ആവാൻ വേണ്ട പ്രായവും 25 വയസ്സാണ്. രാജ്യസഭയിൽ അംഗമാവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. MLA ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം 25, ലോകസഭ MP ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം 25, രാജ്യസഭ MP ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം 30, പ്രസിഡൻ്റ് ആവാനുള്ള ഏറ്റവും കുറഞ്ഞ വയസ്സ് 35 അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ പ്രോഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്, മൈൻസ് ആൻഡ് ഹസാഡസ് എംപ്ലോയ്മെൻറ്റ്? അതായത് ബാലവേലയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദ്യം. ശരിയായുള്ള ഉത്തരം ആർട്ടിക്കിൾ 24. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആസ് മെൻഷൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക കടമകളെ പറ്റി പറഞ്ഞിരിക്കുന്നു എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി 11. ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്ത് വയ്ക്കുക, തുടക്കത്തിൽ 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. അത് 2002
അമൻഡ് ചെയ്ത് 86ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം, അതായത് 86ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം 2002 ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടെ എഴുതി ചേർത്തു. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. 21A, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അതൊരു മൗലിക കടമയാക്കി മാറ്റി. അപ്പോൾ ഈ ഒരു പോയിൻറ്റും കൂടെ ഓർത്ത് വയ്ക്കുക. തുടക്കത്തിൽ 10 എണ്ണമാണ് ഉണ്ടായിരുന്നത്, പിന്നീട് 11 മാറ്റി. 11 മാറ്റിയ വർഷം 2002, അമെൻമെൻറ്റ് 86. അതെന്തിനെ പറ്റി പറയുന്നു? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്നു, ആർട്ടിക്കിൾ 21A. അടുത്ത ചോദ്യം, ഹൂ ഹാസ് ദ പവർ ടു ഡിസോൾവ് ദ ലോക്സഭ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ലോകസഭ പിരിച്ചുവിടാനുള്ള അവകാശം ആർക്ക് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിനാണ് ഇന്ത്യയിലെ ലോകസഭ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് കമ്മിറ്റി വാസ് റെസ്പോൺസിബിൾ ഫോർ ഡ്രാഫ്റ്റിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഏത് കമ്മിറ്റിയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അടുത്ത ചോദ്യം, ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് വെസ്റ്റഡ് ഇൻ? ഇന്ത്യൻ ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, പാർലമെൻറ്റിനാണ്. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫിനാൻസ് കമ്മീഷൻ? ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദ്യം. സ്ഥിരമായിട്ട് SSCയുടെ ഒരു ചോദ്യമാണ്. ആർട്ടിക്കിൾ 280, ആർട്ടിക്കിൾ 280 ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. അടുത്ത ചോദ്യം, വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ദ ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഔദ്യോഗിക ഭാഷകളെ പറ്റി പറയുന്നത് ഏത് ലിസ്റ്റിലാണ്, അല്ലെങ്കിൽ ഏത് ഷെഡ്യൂളിലാണ് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം 8ാമത്തെ ഷെഡ്യൂളിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെ പറ്റി പറയുന്നത്. 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ ഇൻ ഇന്ത്യ? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ഗാർഡിയൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ജുഡീഷ്യറിയാണ്. ഇന്ത്യയിലെ നിയമ സംവിധാനമാണ്, അല്ലെങ്കിൽ ഹൈക്കോടതി, സുപ്രീം കോടതി ഉൾപ്പെടുന്ന കോടതികളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, ഹൂ അഡ്മിനിസ്ട്രേറ്റ്സ് ദ ഓത്ത് ഓഫ് ഓഫീസ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ ആരുടെ മുൻപിലാണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഹൂ ക്യാൻ റെക്കമെൻഡ് ദ ഡിസ്മിസൽ ഓഫ് എ ചീഫ് മിനിസ്റ്റർ ഇൻ എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഡിസ്മിസ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ നടത്താനുള്ള അധികാരം ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം ആ സംസ്ഥാനത്തെ ഗവർണറിനാണ് അതിനുള്ള അധികാരം ഉള്ളത്. ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഹു ഹാസ് ദ പവർ ടു അപ്പോയിൻറ്റ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കാനുള്ള അവകാശം ഇന്ത്യൻ പ്രസിഡൻറ്റിനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വാട്ട് ഈസ് ദ ടേം ഓഫ് ഓഫീസ് ഫോർ എ മെമ്പർ ഓഫ് ലോകസഭ? ഒരു ലോകസഭ MP-യുടെ കാലാവധി എത്രയെന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം 5 വർഷമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. രാജ്യസഭ MP-യുടെ കാലാവധി 6 വർഷമാണ്. ലോകസഭ MP-യുടെ കാലാവധി 5 വർഷമാണ്. വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർഡ് ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഒരു പൗരന് ഇന്ത്യൻ പ്രസിഡൻ്റ് ആവാനുള്ള ഏറ്റവും മിനിമം വയസ്സ് എത്രയെന്നാണ് ചോദ്യം. നമ്മൾ ഓൾറെഡി ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, 35 വയസ്സാണ്. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ദ ലോ? ഇന്ത്യയിൽ നിയമ സമത്വം അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർഡ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ വേണ്ട കുറഞ്ഞ പ്രായം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ, 25 വയസ്സാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ലോകസഭ MP ആവാനുള്ള കുറഞ്ഞ പ്രായം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം 25 ആയിരുന്നു. അതേ വയസ്സ് തന്നെയാണ് ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ ആവാനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ ഫൈനൽ അതോറിറ്റി ഫോർ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടന ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് വിശദീകരിക്കുന്നതിനുള്ള ഏറ്റവും
അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് ആര് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം സുപ്രീം കോർട്ടാണ്. സുപ്രീം കോടതിക്കാണ് ഇന്ത്യൻ ഭരണഘടനയെ വിശദീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ അവകാശം അല്ലെങ്കിൽ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അടുത്ത ചോദ്യം, ദ DPSP ഓർ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ ബോറോഡ് ഫ്രം വിച്ച് കൺട്രി? ഏത് രാജ്യത്ത് നിന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി, അയർലൻഡാണ്. 44ാമത്തെ ചോദ്യം, അണ്ടർ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ 4 ലാംഗ്വേജസ് ബോഡോ, ഡോഗ്രി, മൈഥിലി ആൻഡ് സന്താലി ആർ ആഡഡ് ടു ദ 8th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിലെ 8ാമത്തെ ഷെഡ്യൂളിൽ ബോഡോ, ഡോഗ്രി, മൈഥിലി, സാന്താലി തുടങ്ങിയ ഭാഷകൾ കൂട്ടിച്ചേർത്തത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, 92 വർഷം 2003. 45ാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്? നമ്മൾ ഓൾറെഡി ഈ പോയിന്റ് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്സ് ഈസ് കോൾഡ് ദ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. 1976 42ാമത്തെ അമെൻമെൻറ്റാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ്? ശരിയായിട്ടുള്ള ഉത്തരം റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സുപ്രീം കോടതി തുടങ്ങുന്നത്. നിലവിൽ വന്ന വർഷം, സുപ്രീം കോടതി ആദ്യമായി ഇന്ത്യയിൽ നിലവിൽ വരുന്ന വർഷം 1774. അതിനെ റെക്കമെൻഡ് ചെയ്ത ആക്ട് എന്ന് പറയുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്റ്റാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ആ പേരും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക, സർ എലീജ ഇംപെ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഹു ഹാസ് ദ പവർ ടു ഡിക്ലെയർ എ ഫിനാൻഷ്യൽ എമർജൻസി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പുറപ്പെടുവിക്കാനുള്ള അവകാശം ആർക്കാണ് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള ഉത്തരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കൂടെ പറയാം. ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് പ്രഖ്യാപിക്കാൻ സാധിക്കുക. 352ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം നാഷണൽ എമർജൻസി, 356ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം സംസ്ഥാനങ്ങളിൽ പുറപ്പെടുവിക്കുന്ന സ്റ്റേറ്റ് എമർജൻസി, അടുത്തതായിട്ട് 360ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം ഫിനാൻഷ്യൽ എമർജൻസി അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഈ 360ാമത്തെ പ്രകാരമുള്ള ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ ഒരു ചോദ്യം കൂടെ വരാറുണ്ട്. അപ്പോൾ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക. നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 356, ഫിനാൻഷ്യൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 360. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം? ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റവുമായി ബന്ധപ്പെടാത്ത ഫീച്ചർ ഏത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, സിംഗിൾ സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റവുമായി ബന്ധപ്പെടാത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ്. നമ്മുടെ ഭരണഘടന പ്രകാരം ഏക പൗരത്വമാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളൂ. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് 2 രാജ്യത്തുള്ള പൗരത്വമാണ്. അത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നില്ല. ഒരു പൗരത്വം, ഏക പൗരത്വം മാത്രമാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുള്ളൂ. 50ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 2 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് വിത്ത്? ശരിയായിട്ടുള്ള ഉത്തരം ആൾട്രേഷൻ ഓഫ് ഏരിയാസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. അതായത് നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ ഏരിയ കൂട്ടുന്നതോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത്.